വിശദമായി നോക്കാം ഓരോ വാർത്തകളും. അപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിലുണ്ട്. ഇന്നാണ് ശബരിമല സന്ദർശനം നടത്തുക, ദർശനം നടത്തുക. രാജ്ഭവനിലുള്ള രാഷ്ട്രപതി രാവിലെ 9 മണിയോടെ പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തും. കാലാവസ്ഥ പരിഗണിച്ചാണ് ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സ്ഥലത്തിൽ ഒരു മാറ്റം വന്നിട്ടുള്ളത്. പ്രമാടത്ത് ഹെലികോപ്റ്റർ ഇറങ്ങിയ ശേഷം റോഡ് മാർഗം പമ്പയിലേക്ക് പോകും. 11:50 സന്നിധാനത്തെത്തും. ഗസ്റ്റ് ഹൌസിൽ വിശ്രമിച്ച ശേഷം രാത്രിയോടെ തിരിച്ച് തിരുവനന്തപുരത്ത് എത്തും. അതിനുശേഷം ഗവർണർക്കൊപ്പം അത്താഴ വിരുന്നിലും രാഷ്ട്രപതി പങ്കെടുക്കുന്നുണ്ട്. ഡാൻ കുര്യൻ അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ ഈ വരവും ശബരിമല ദർശനവും ഒക്കെയായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലുമെല്ലാം ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി ശബരിമലയിലേക്ക് പുറപ്പെടുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 9:10 പത്തനംതിട്ടയ്ക്ക് അടുത്തുള്ള പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്ററിൽ ലാൻഡ് ചെയ്യുമെന്നുള്ളതാണ് പുതിയ തീരുമാനം. അതിനുശേഷമായിരിക്കും റോഡ് മാർഗം സന്നിധാനത്തേക്ക് പോവുക. അവിടെ നിന്ന് പമ്പയിലെത്തിയ ശേഷം കെട്ട് നിറച്ചതിന് ശേഷം ശബരിമലയിലേക്ക് പോകും എന്നുള്ളതാണ് നിലവിലത്തെ ഒരു ക്രമീകരണം എന്ന് പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഡാൻ കുര്യൻ നമുക്ക് നൽകും. ഡാൻ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് ഗതാഗതത്തിൽ അടക്കം ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം, മാത്രമല്ല രാഷ്ട്രപതിയുടെ ഈ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്രമീകരണം, ചാർട്ട് എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് ആര്യ. വിപുലമായ ക്രമീകരണങ്ങളാണ്, അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് കേരളത്തിൽ, പ്രത്യേകിച്ച് തലസ്ഥാനത്തും കോട്ടയത്തും പത്തനംതിട്ടയിലും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഇന്ന് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് രാവിലെ 9 മണിക്ക് രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം എയർപോർട്ടിലെ ശംഖുമുഖത്തെ എയർഫോഴ്സിന്റെ ടെക്നിക്കൽ ഏരിയയിലെത്തും. അവിടെ നിന്ന് പ്രത്യേക ഹെലികോപ്റ്ററിലായിരിക്കും രാഷ്ട്രപതി ഇവിടെ നിന്ന് ശബരിമല ദർശനത്തിനായി നിലയ്ക്കലിൽ പോകുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. പക്ഷേ അവിടെ ചെറിയ മാറ്റം വന്നിരിക്കുന്നു. കാരണം കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നതിനാൽ പ്രമാടത്തിറങ്ങും. അവിടെ നിന്ന് റോഡ് മാർഗം പമ്പയിലേക്ക് എത്തും. പമ്പയിൽ നിന്ന് പ്രത്യേക ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഗൂർഖ വാഹനങ്ങളിൽ ആ വാഹന വ്യൂഹത്തിലായിരിക്കും സന്നിധാനത്തേക്ക് എത്തുക. ഏതാണ്ട് 11:50 സന്നിധാനത്ത് ദർശനം നടത്തും രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും പ്രതികൂലമായ കാലാവസ്ഥ ഒരു വില്ലനായി മാറാനുള്ള ഒരു സാധ്യത പരിഗണിച്ചുകൊണ്ടാണ് ഈ അവസാന നിമിഷം യാത്രാ ക്രമീകരണങ്ങളിൽ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത്. നേരത്തെ നിലയ്ക്കലിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. അതിൽ നിന്ന് മാറി പ്രമാണത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇറങ്ങുന്ന തരത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ SPG അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ സജ്ജമാക്കിയിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രപതി പോകുന്നതിന് മുൻപ് തന്നെ ഗതാഗതം പൂർണ്ണമായി പോകുന്ന വഴിയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിക്കും. അത് തിരുവനന്തപുരത്തും രാവിലെ അങ്ങനെ തന്നെ ആയിരിക്കും. ഏതാണ്ട് 9 മണിക്ക് ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് മുന്നോടിയായി ടെക്നിക്കൽ ഏരിയയ്ക്ക് സമീപത്തുള്ള റോഡുകൾ പൂർണ്ണമായി അടയ്ക്കും. അതീവ സുരക്ഷാ നിർദ്ദേശമാണ് തിരുവനന്തപുരം നഗരത്തിലടക്കം സജ്ജമാക്കിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം രാഷ്ട്രപതി തിരികെ എത്തും. ഇവിടെ വൈകുന്നേരം ഒരു പരിപാടി കൂടിയുണ്ട് ഹയാത്ത് ഹോട്ടലിൽ. വൈകിട്ട് 7:40 പരിപാടി. ആ പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിലാണ് ക്രമീകരണങ്ങൾ. എന്തായാലും മറ്റ് ക്രമീകരണങ്ങളൊക്കെ പമ്പയിലും സന്നിധാനത്തും പൂർത്തിയായിട്ടുണ്ട്. അതീവ സുരക്ഷാ വലയത്തിലാണ് സന്നിധാനവും പമ്പയും എന്നും വേണം പറയാൻ. ദിവസങ്ങൾ നീണ്ട മുന്നൊരുക്കങ്ങളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്, രാഷ്ട്രപതി എത്തുന്നതുമായി ബന്ധപ്പെട്ട് സന്നിധാനത്തും പമ്പയിലും എല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. പഴുതടച്ച സുരക്ഷ അത് ഇതിനോടകം തന്നെ ഉറപ്പാക്കിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും രാഷ്ട്രപതി വരുന്നതിനോടനുബന്ധിച്ച് സാധാരണയായി ഒരുക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. SPGയുടെ മേൽനോട്ടത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ. അതോടൊപ്പം ശബരിമല പോലെ ഒരു വനമേഖലയിലേക്ക് രാഷ്ട്രപതി എത്തുമ്പോൾ അത് തീർത്തിരുന്ന ഒരു വെല്ലുവിളി വളരെ വലുതായിരുന്നു. എന്തായാലും അതിനിടയിലും പഴുതടച്ച സുരക്ഷ പമ്പയിലും സന്നിധാനത്തുമൊക്കെ സേനകളുടെ നേതൃത്വത്തിൽ സജ്ജമാക്കിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അക്ഷരാർത്ഥത്തിൽ ഒരു ഈച്ചയ്ക്ക് പോലും കടക്കാൻ കഴിയില്ല, അങ്ങനെ പറയുന്നതായിരിക്കും വസ്തുത. അത്രമാത്രം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തോട് അനുബന്ധിച്ച് എല്ലാ സ്ഥലങ്ങളിലും സജ്ജമാക്കിയിരിക്കുന്നത്. ഡാൻ, ഒരു കാര്യം കൂടി, അതായത് രാഷ്ട്രപതി ഇന്ന് ശബരിമല ദർശനത്തിന് ശേഷം തിരികെ തിരുവനന്തപുരത്തേക്ക് തന്നെ എത്തുന്നുണ്ട്. നാളെയും ചില പരിപാടികൾ കേരളത്തിലുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ക്രമീകരണം എങ്ങനെയാണ്? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ തലസ്ഥാനത്തെ ഈ നിയന്ത്രണം, ഗതാഗത നിയന്ത്രണം അടക്കം എത്ര മണിക്കൂർ ഇനി തുടരും എന്നുള്ളതാണ്?
അതായത് വൈകുന്നേരം 5:05 രാഷ്ട്രപതി സന്നിധാനത്ത് നിന്ന് തിരിച്ചെത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അതായത് വൈകുന്നേരം 5:05 തിരികെ എയർപോർട്ടിന്റെ ടെക്നിക്കൽ ഏരിയ, എയർഫോഴ്സ് ടെക്നിക്കൽ ഏരിയയിലെത്തും. 5:30 രാജ്ഭവനിലെത്തും. അവിടെ നിന്ന് 7:40 രാഷ്ട്രപതി ഹയത്ത് റീജൻസിയിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. തുടർന്ന് നാളെ കൊച്ചിയിലേക്ക് പോകും. കൊച്ചിയിലെ ചില പരിപാടികളിൽ കൂടി പങ്കെടുത്ത ശേഷം അവിടെ നിന്നായിരിക്കും രാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങുകയെന്നാണ് അതുമായി ബന്ധപ്പെട്ട ചാർട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ നാളെ നടക്കുന്ന ഔദ്യോഗിക പരിപാടികൾ അടക്കം അത് കൃത്യമായി മുൻനിശ്ചയിച്ച പരിപാടികളാണ്. അതിന്റെ ഭാഗമായി കൊച്ചിയിലും വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാക്കുന്നുണ്ട്. രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങൾക്കും ചാർട്ട് തയ്യാറാക്കുന്നത് SPG ആണ്. അതുകൊണ്ട് തന്നെ SPGയുടെ മേൽനോട്ടത്തിലാണ് ഈ എല്ലാ സ്ഥലങ്ങളിലെയും പരിപാടികളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഇടപെടലുകളും ഒക്കെ നടക്കുക. എന്തായാലും ഇന്ന് 9 മണിക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല ദർശനത്തിനായി എയർഫോഴ്സിന്റെ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് നിലയ്ക്കലിന് സമീപത്ത് പ്രമാണം ഗ്രൌണ്ടിലേക്ക് പുറപ്പെടും. യെസ്, അപ്പോൾ അങ്ങനെയാണ് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.